യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഓഫീസിലുണ്ടാവും രാഹുൽ മാങ്കൂട്ടം. അതിനി AICC ഓഫീസാണോ, DCC ഓഫീസാണോ, KPCC ഓഫീസാണോ, മുൻ പ്രസിഡന്റ് സുധാകരൻ്റെ കസ്റ്റഡിയിലാണോ, അത് നമുക്കിനി പോലീസ് അന്വേഷിച്ച് മാത്രമേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന് അദ്ദേഹം കീഴടങ്ങി മാന്യത ഉണ്ടെങ്കിൽ MLA സ്ഥാനവും രാജിവെച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ അനുവദിക്കണമെന്നുള്ളതാണ് പറയാറുള്ളത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പരിഹസിക്കുന്ന അപഹസിക്കുന്ന അധിക്ഷേപിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ അതിനെതിരെ സർക്കാർ നടപടി എങ്ങനെയാണ്? ഇല്ല, അതിനെതിരെ സർക്കാർ നടപടി പരാതി കിട്ടിക്കഴിഞ്ഞാൽ ചില സംവിധാനങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളടക്കം ആക്ഷേപിക്കുന്ന കാര്യത്തിൽ നിന്ന് ഒട്ടും മോശമില്ല. സോഷ്യൽ മീഡിയ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന് കിട്ടിയിരിക്കുന്ന ചില സ്വാതന്ത്ര്യവും ചില പരിരക്ഷയും വെച്ചുകൊണ്ട് ആരെയും എന്തും പറയാമെന്നുള്ള നിലയിലെത്തി പോവുകയാണ്. അത് നമുക്കിവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മേൽ വരുമ്പോഴാണ് നമുക്ക് അതിന് ബുദ്ധിമുട്ട് അറിയുന്നത്. കുടുംബങ്ങൾ തകരുന്നു, വ്യക്തികൾ തകരുന്നു, ഇല്ലാത്ത കാര്യങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കുന്നു. ആർക്കും ഒരു ലൈസൻസും ഇല്ല. ആരെപ്പറ്റി എന്തും പറയാം. ഈ പറയുന്നവർ സർവ്വവിജ്ഞാനകോശകാരിയവരും സകല തെറ്റുകുറ്റങ്ങൾക്ക് അതീതമായി രാജ്യത്ത് ജീവിക്കുന്നവരും ജനിച്ചു വീണ അന്ന് മുതൽ അവർ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെയാണോ അവർ ജീവിച്ചിരുന്നത് അതേപോലെ പരിശുദ്ധിയോടുകൂടി ജീവിക്കുന്നവരാണെന്നുള്ള മട്ടിലാണ് ഈ സോഷ്യൽ മീഡിയ വഴി കൈകാര്യം ചെയ്യുന്ന ചില വിദ്വാന്മാർ കാര്യങ്ങൾ പറയുന്നത്. ആ വിദ്വാന്മാർ നിൽക്കുന്ന സ്ഥലത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ അറിയാം ആ വിദ്വാന്മാരുടെ സ്ഥിതി എന്താണെന്ന് സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പലരും ഇത് മൈൻഡ് ചെയ്യാറില്ല. ചില വിദ്വാന്മാർക്കാണെങ്കിൽ ഇതിൻ്റെ പേരിൽ ലൈക്ക് കൂടിയായിരുന്നോ കാശ് കിട്ടുമെന്ന് പറയുന്നു. ലൈക്ക് കൂടിയ കാശ് കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ ലൈക്ക് കൂടുതൽ കുറഞ്ഞ് നിൽക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തെ സംബന്ധിച്ച് ചില ആലോചന നടത്തുന്നുണ്ട്. നമ്മൾ സമൂഹം തന്നെ ന്യായമായിട്ടുള്ള കാര്യങ്ങളാവാം, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാവാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് ഉള്ള കാര്യങ്ങൾ വളരെ കഷ്ടമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ സർക്കാർ വേട്ടയാടുകയാണെന്നുള്ള ആരോപണങ്ങൾ കോൺഗ്രസിന് മുഖപത്രം അടക്കം നോക്കാൻ തോന്നുന്നു. മുഖപത്രം പറയുന്നത് രാഹുലിനെ പിന്തുണ. അല്ല, നമുക്കങ്ങനെ മീഡിയ കൊണ്ട് എങ്ങനെ തോന്നുന്നു. പിന്നെ വേറെ ഇടതുപക്ഷം വോട്ടിന്റെ ഗുണം നോക്കിയല്ലോ മുന്നണി സംവിധാനം തിട്ടപ്പെടുത്തുന്നത്. ഞങ്ങൾക്ക് മതേതരത്വ ജനാധിപത്യ സംവിധാനങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയുണ്ട്. അതിൽ ഏതെല്ലാം കക്ഷിക്ക് അംഗങ്ങളാകാമെന്ന് സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. 10 വോട്ടിന് വേണ്ടി ഞങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെയും ഞങ്ങളുടെ നിലപാടുകളെയും മാറ്റിവെക്കുന്ന രീതിയല്ല ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് കോൺഗ്രസ് പല കാലഘട്ടങ്ങളിലും BJPയോട് ചേർന്നിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയോട് ചേർന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭാഗത്ത് മതേതരത്വ മനസ്സുകളുടെ നല്ല പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.